കൂടിയിട്ടൊരു കോർപ്പറേഷൻ, എല്ലാ ഷെയ്ഖുകളും കൂടിയിട്ടൊരു കോർപ്പറേഷൻ. എന്നാലും ശരി, ഒരു ഈച്ചയെ നിർമ്മിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. വലവിജ്തമഊല, ഒരു ഈച്ചയെ നിർമ്മിക്കാൻ വേണ്ടി അവരെല്ലാം കൂടി ഒരു ജിത്തിമായത്തുണ്ടാക്കി, ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി, ഒരു സൊസൈറ്റി ഉണ്ടാക്കി, എന്നാലും കഴിയില്ല എന്ന് പറഞ്ഞു അല്ലാഹു തആല. വലവിജ്തമഊല. എന്നിട്ടാണോ പിന്നെ ഒറ്റക്കൊറ്റക്കുള്ള കാര്യം? ഇനി നിർമ്മിക്കുന്ന കാര്യം ഇരിക്കട്ടെ, അല്ലാഹു തആല പറഞ്ഞു ഇവർ ഈച്ചയെ നിർമ്മിക്കുന്ന കാര്യം ഇരിക്കട്ടെ. ആ ശക്തികൾക്ക് മുമ്പിൽ, ആ വ്യക്തികൾക്ക് മുമ്പിൽ, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ ആരാധിക്കുന്ന, ഈ പറയപ്പെടുന്ന, നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ശക്തികൾക്ക് മുമ്പിൽ നിങ്ങൾ എന്തെങ്കിലും പലഹാരം കൊണ്ടു കൊടുത്തു, ആ പലഹാരം ഈച്ച വന്നിട്ട് തിന്നാൻ തുടങ്ങി, ആ ഈച്ചയെ ഒന്ന് തട്ടാനും കൂടി ഈ പറയുന്നവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഈച്ചയെ ഒന്ന് തട്ടാൻ പോലും അവരെ കൊണ്ട് കഴിയില്ല. എന്നിട്ടല്ലേ പിന്നെ നിങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ അവരെ കൊണ്ട് കഴിയുക? അത്ര വ്യക്തമാണ് സുഹൃത്തുക്കളെ അല്ലാഹുവിന്റെ വചനം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഈ പറയപ്പെടുന്ന അല്ലാഹു അല്ലാത്ത ശക്തികളെ അന്വേഷിച്ച് പോകുന്നവരും ബലഹീനർ. ഇവരാരെയാണോ അന്വേഷിച്ചു പോകുന്നത് അവരും ബലഹീനർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അല്ലാഹു അല്ലാത്ത ശക്തികളെ, അല്ലാഹു അല്ലാത്ത വ്യക്തികളെ, അല്ലാഹു അല്ലാത്ത വസ്തുക്കളെ, അല്ലാഹു അല്ലാത്ത ശൈഖുകളെ, അല്ലാഹു അല്ലാത്ത വലിയുകളെ, അല്ലാഹു അല്ലാത്ത എന്താണോ അതെന്തുകൊണ്ട് സംഭവിച്ചതാണ്? വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അല്ലാഹുവിനെ അറിയേണ്ട രീതിയിൽ അവർ അറിഞ്ഞില്ല, അല്ലാഹുവിനെ മതിക്കേണ്ട രീതിയിൽ അവർ മതിച്ചില്ല, അള്ളാഹിനെ ആദരിക്കേണ്ട രീതിയിൽ അവർ ആദരിച്ചില്ല. അതുകൊണ്ടാണ് അല്ലാഹു അല്ലാത്തവരെ അന്വേഷിച്ചു പോകാൻ അവർക്ക് സാധിച്ചത് എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. അതിനെതിരായിട്ട് ഫറോവ ഉറഞ്ഞുതുള്ളി. മരിച്ചുപോയ വ്യക്തിത്വങ്ങളുടെ രൂപങ്ങൾ നിർമ്മിച്ച് അവകളെ കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിച്ച് ഫറോവ അതിന്റെ ഏജന്റായി പുരോഹിതന്മാരെ ആ ഏജൻസിക്ക് പ്രചരണക്കന്മാരാക്കി നിശ്ചയിച്ച് അധികാരമുണ്ടാക്കി ഫറോവ ഭയങ്കരമായ ഒരു ഭരണകൂടം സ്ഥാപിച്ചു. എന്താണ് ഭരണകൂടത്തിന്റെ ആണിക്കല്ല്? മരിച്ചുപോയ വ്യക്തിത്വങ്ങളിൽ കഴിവുണ്ടെന്ന് സാധാരണക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് സാധാരണക്കാരന്റെ വിശ്വാസം ആ മരിച്ചുപോയവരിലേക്കാക്കുക. അതോടുകൂടി ആത്മീയത കിട്ടി, ഫിറഔന്റെ കടിഞ്ഞാണിൽ കിട്ടി ജനത്തിന്റെ ആത്മീയ രീതി. അധികാരി വർഗങ്ങൾ എപ്പോഴും ശ്രമിക്കൽ അങ്ങനെയാ, സുഖസുഭിക്ഷമായിട്ട് രാജ്യം ഭരിച്ച് ജീവിക്കാൻ. എല്ലാ കാലഘട്ടത്തിലും ഭരണാധികാരികൾ ചെയ്തത് അല്ലാഹു അല്ലാത്ത ശക്തികളുമായി സാധാരണക്കാരനെ ബന്ധിപ്പിക്കുക എന്നതാണ്. എല്ലാ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാരൻ ചെയ്തത് അതാണ്, അതിനു മുമ്പ് റോമക്കാർ ചെയ്തത് അതാണ്, അതിനു മുമ്പ് പേർഷ്യക്കാർ ചെയ്തത് അതാണ്, ആധുനിക ലോകത്തുള്ളവർ ചെയ്യുന്നതും അത് തന്നെയാണ്. ജനാധിപത്യ മതേതരത്വ ഭരണം നിലനിൽക്കുന്ന നാടുകളിലും അല്ലാഹുവല്ലാത്ത ശക്തികളുമായി വ്യക്തികളുമായി സാധാരണക്കാരന്റെ മനസ്സിനെ ബന്ധിപ്പിച്ച് പുരോഹിതന്മാരെ അതിനെ ഏജന്റുമാരാക്കി നിർത്തി അധികാരം നിലനിർത്തുക എന്നത് ആധുനിക ലോകത്ത് നിലനിൽക്കുന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. കൊച്ചു കേരളം മുതൽ അമേരിക്ക വരെ സഞ്ചരിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അധികാരം നിലനിർത്താൻ എല്ലാ കാലഘട്ടത്തിലും ചെയ്തത് അവരതാണ്. ഇത് തന്നെയാണ് ഫിറഔനും ചെയ്തത്. മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന്റെ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്ത് രാജ്യഭരണം നിലനിർത്തുക എന്നത്. അതിനാദ്യം അവർ എന്ത് ചെയ്യും? മരിച്ചുപോയവരുടെ മഹത്വം പറഞ്ഞ് അവരുമായിട്ട് ഇവരുടെ ആവശ്യങ്ങളെ ബന്ധിപ്പിക്കും. ഇതിനെതിരായിട്ടാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ശബ്ദിച്ചത്. സാധാരണക്കാരായ ചിലരിൽ നിന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സൗഭാഗ്യം ലഭിച്ചവർ ഹസ്രത്ത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം കൂടാൻ തുടങ്ങി. അവർ മിക്കവരും ഇസ്രായേലി വിഭാഗത്തിലെ മത്സ്യത്തൊഴിലാളികളും മീൻപിടുത്തക്കാരുമായിരുന്നു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത ബനൂ ഇസ്രായേൽ, അവർ കടലിൽ പോയി മീൻ പിടിക്കുന്ന ജോലിക്കാരാണ്. ഫറോവ അടക്കി ഭരിച്ചിരിക്കുന്ന സ്വന്തക്കാരി കിബുത്തികളാണ്. അവർ വിദേശത്ത് നിന്ന് അധിനിവേശമായിട്ട് വന്നവരാണ്. ഇവർ പുരോഹിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിയരെ അടിമകളാക്കി നിർത്തുകയായിരുന്നു. കിബുത്തി പുരോഹിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഫറോവ ഇസ്രായേലി സമൂഹത്തിലെ പാവപ്പെട്ടവന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കടലിൽ പഴമെറിഞ്ഞു കൊടുക്കുന്ന തങ്ങന്മാരെ കണ്ടിട്ടുണ്ടാകും. കടലിൽ കർക്കിടമാസം 29 പായസം വെച്ചു കൊടുക്കുന്ന ശൈഖുമാരെ കണ്ടിട്ടുണ്ടാകും. എന്തിനാ? കടൽ തൊഴിലാളികളായ സാധാരണക്കാരന്റെ മാനസികാവസ്ഥ
അല്ലാഹുവല്ലാത്ത ശക്തികളുമായി ബന്ധിച്ചൊരു കപടമായ ആത്മീയത നിർമ്മിച്ചെടുക്കുക. എന്നിട്ട് ഈ പൗരോഹിത്യം ഭരണകൂടത്തിന്റെ സപ്പോർട്ട് ഓതുക. ഈ രീതിയിൽ രാജ്യഭരണം നന്നായി നടത്തി അധികാരിവർഗം ആർത്തി തീർത്ത് ജീവിക്കുക. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പൗരോഹിത്യം അധികാരിവർഗത്തിന്റെ അരമനയിൽ കിടന്നുറങ്ങുക, പാവപ്പെട്ട സാധാരണക്കാരന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട്. ഇതിനെതിരായിട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ശബ്ദിച്ചത്. എന്താ പറഞ്ഞ മൂസ നബി? അർസിൽ മഅനാ ബനി ഇസ്രായേൽ, ഇസ്രായേലി സന്തതികളെ എന്റെ ഒന്നിച്ച് വിട്ടതാ, അവർ അള്ളാഹുവിന്റെ അടിമകളാ, നിന്റെ അടിമയാകാൻ പറ്റൂല എന്ന് ഭരണകൂടത്തിന്റെ കുഞ്ചിരോമം പിടിച്ചുകൊണ്ട് മൂസ നബി ചോദിച്ചത്. ഈ സന്ദർഭത്തിലാണ് ഫറോവ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രപഞ്ചനാഥനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. സാധാരണക്കാരിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മനസ്സിലായി. സാധാരണക്കാർക്ക് അള്ളാഹനെ മനസ്സിലായി കഴിഞ്ഞാൽ പൗരോഹിത്യത്തിന്റെ വേലിക്കെട്ടുകളെ അടിച്ച് തകർത്ത് പുറത്തു ചാടും സാധാരണക്കാർ. അതുകൊണ്ട് എപ്പോഴും പൗരോഹിത്യവും ഭരണകൂടവും സാധാരണക്കാരനെ മറ്റുള്ളത് കേൾക്കാൻ അനുവദിക്കാതെ, മറ്റുള്ളത് കാണാൻ അനുവദിക്കാതെ സ്വന്തമാക്കി വെക്കും. അത് കണ്ടുപോയാൽ ഊര് കൽപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കും ഭരണകൂടം. ഊരുവിലക്ക് കേട്ടുപോകരുത് എന്ന് നിർദ്ദേശിക്കും. എന്തുകൊണ്ട്? പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാനെ മനസ്സിലായാൽ ഈ പൗരോഹിത്യത്തിന്റെ വേലിക്കെട്ടിൽ നിന്ന് പുറത്തു ചാടാൻ സാധാരണക്കാരൻ തയ്യാറാകുമെന്ന് എല്ലാ കാലത്തിലെയും ഭരണകൂടത്തിനറിയാം. ആ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന ദുഷിച്ച പൗരോഹിത്യത്തിനും അറിയാം. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത പ്രബോധനം സാധാരണക്കാരിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പൗരോഹിത്യത്തിനും ഭരണകൂടത്തിനും ബോധ്യപ്പെട്ടു. ഉടൻ തന്നെ ഫറോവ അതിന് മറുമരുന്ന് കണ്ടെത്തി. എന്താണ് മറുമരുന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കട്ടെ ബാക്കി കാര്യം. വനാദാ ഫിർഔനു ഫീ ഖൗമി ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. വനാദാ ഫിർഔൻ, ഫറോവ അനൗൺസ് ചെയ്തു, ഫറോവ വിളംബരം ചെയ്തു ജനങ്ങളിൽ. ഫീ ഖൗമി, ഫറോവാന്റെ ജനങ്ങളിൽ. ഈജിപ്തിലെ കിബുത്തികളും ഇസ്രായേലിയരുമായ പ്രജകളെ ഒരു മൈതാനത്ത് ഒരുമിച്ചുകൂടാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. അതിഭയങ്കരമായ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടിയവർ. ഫിർഔന്റെ നിർദ്ദേശമാണ്. മൈതാനത്ത് അവർ ഒരുമിച്ചുകൂടി. ഖാൽ, ആ ജനക്കൂട്ടത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഫറോവ പ്രസ്താവിച്ചു. ഖുർആൻ പറയുന്നു, അള്ളാഹു ഒരു അക്ഷരം പോലെ എഡിറ്റ് ചെയ്യാതെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് അള്ളാഹുവിന്റെ കലാമിന്റെ പവിത്രതയും പരിശുദ്ധിയും. ഫറോവ പറഞ്ഞ അള്ളാഹുവിന്റെ കൊടിയ ശത്രു ഫറോവ പറഞ്ഞ വാക്കുകൾ ഒന്നുപോലും തലയും വാലും മുറിച്ചിട്ട് ക്ലിപ്പിടുന്ന ഒരു പരിപാടി പ്രബോധകന്മാർക്ക് പോലും ഉണ്ട്. അതും കൂടി ഫിറൗന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടാണ് അള്ളാഹു തആല ചെയ്തത്. ഫിറൗൻ എന്താണോ പറഞ്ഞത് ഒരക്ഷരം പോലും തെറ്റാതെ ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് ഫറോവാന്റെ പ്രസംഗം. ഫറോവാന്റെ പ്രസംഗം ഒരക്ഷരം പോലും തെറ്റാതെ നമ്മുടെ മുമ്പിലുണ്ട്. തലയും പാലും മുറിച്ചിട്ടില്ല അള്ളാന്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി തലയും പാലും മുറിക്കുന്ന പരിപാടി നമുക്ക് വേണ്ട. ഫറോവ പ്രസ്താവിച്ചു ജനങ്ങളോട്. ഖാൽ, ഫറോവ പ്രസംഗിച്ചു, യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്റ, ഹോ ജനങ്ങളെ അലൈസ ലീ മുൽക്കു മിസ്ർ, ഈജിപ്തിന്റെ ഭരണാധികാരി ഞാനല്ലേ ജനങ്ങളെ? ഈജിപ്തിന്റെ ഉടമസ്ഥതാധികാരി ഞാനല്ലേ? അലൈസ ലീ മുൽക്കു മിസ്ര, ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലേ? മൂസ പറയുന്നു അള്ളാഹുവിനാണെന്ന്. മൂസ പറയുന്നു ഈജിപ്ത് ഭരിക്കുന്നത് അള്ളാഹുവാണെന്ന്, ഭൂമി ഭരിക്കുന്നത് അള്ളാഹുവാണെന്ന്, ആകാശം ഭരിക്കുന്ന അള്ളാഹുവാണെന്ന്. നിങ്ങൾ പറ ജനങ്ങളെ, ഞാനല്ലേ ഭരിക്കുന്നത് ഈജിപ്ത്? വഹാദിഹിൽ അൻഹാർ, ഈ ചെങ്കടലും ഈ നൈൽ നദിയും തജ്രി മിൻ തഹ്തി, എന്റെ അധികാരത്തിന്റെ ചോട്ടിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണ് ചെങ്കടലിന്റെ നാഥൻ, ഞാനാണ് നൈൽ നദിയുടെ നാഥൻ. ഞാൻ പറഞ്ഞിട്ടാണ് ഈ വെള്ളം നിങ്ങൾക്ക് ഗുണകരമായി നിൽക്കുന്നത്. മൂസ പറയുന്നു ചെങ്കടലിന്റെ നാഥൻ അള്ളാഹുവാണെന്ന്, നൈൽ നദിയുടെ നാഥൻ അള്ളാഹുവാണെന്ന്. അഫലാ തുബ്സിറൂൻ, എന്താ ജനങ്ങളെ നിങ്ങൾക്ക് അകക്കണ്ണ് കണ്ടുകൂടെ? ഈ മൂസ പറയുന്നതാണോ ശരി, ഞാൻ പറയുന്നതാണോ ശരി? മൂസക്ക് എന്ത് അധികാരം അവിടെയുള്ളത്? മൂസ ആരാ ഇവിടെ? ഇസ്രായേലി വംശത്തിൽപ്പെട്ട ഒരു പൗരൻ. പണ്ട്
ഒരാളെ കൊന്നിട്ട് നമ്മുടെ നാട് വിട്ട പയ്യൻ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നമ്മുടെ ഭക്ഷണവും കഴിച്ചുകൂട്ടി ചെറുപ്പത്തിൽ മുലകുടിക്കുന്ന പ്രായം, ബാല്യക്കാരനായപ്പോൾ നമ്മളെ കൂട്ടത്തുനിന്ന് ഒരാളെ കൊന്നിട്ട് നാട് വിട്ടതാ. ഇപ്പം നാട്ടിന്ന് തിരിച്ചു വന്നിട്ട് ഇപ്പൊ പറയുന്നു ഞാൻ നബിയാണ്, ഞാൻ റസൂലാണെന്ന്. നിങ്ങൾക്കെന്താ കണ്ണ് കണ്ടുകൂടെ? എന്റെ സുഹൃത്തുക്കളെ, അങ്ങനെയായിരുന്നില്ലേ ഫിറോൻ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ വളരെ സ്പഷ്ടമായി മൂസ നബിയുടെ കഴിഞ്ഞകാല കഥ, ഫറോവ പറഞ്ഞ വിഷയം അള്ളാഹു ഒരു അക്ഷരം പോലും എഡിറ്റ് ചെയ്യാതെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാര് കേട്ടുകൊണ്ടിരിക്കുകയാണ്? യഥാർത്ഥ ഉടമസ്ഥൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരു ദിവസം ആരാണ് ചെങ്കടലിന്റെ ഉടമ എന്ന് ഫറോവാന് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുന്റെ തീരുമാനമാണ്. പക്ഷെ അള്ളാഹു താലക്ക് ധൃതിയില്ല സുഹൃത്തുക്കളെ, ഒന്നിനും. വളരെ സാവധാനത്തിലാണ് അള്ളാഹു താല കാര്യങ്ങൾ കരിക്ക നീക്കുന്നത്. കാലങ്ങൾ കുറെ നീങ്ങി, പതിറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഫറോവാന്റെ പീഡനങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വന്നു. ഫറോവാന്റെ ഭരണകൂടം ഒരുപാട് പീഡിപ്പിച്ചു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ. മൂസ നബിയോടൊപ്പം പോയ മുവഹിദുകളായ മുസ്ലിമീങ്ങളെ ഒരുപാട് പീഡിപ്പിച്ചു ഫറോവ. അവസാനം സഹികെട്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, ഏ അല്ലാഹ്, ഈ ഫറോവ നന്നാകുകയില്ല, ഫറോവാന്റെ കുടുംബവും നന്നാകുകയില്ല. കടുകടുത്തൊരു ശിക്ഷ നീ നടപ്പിലാക്കിയാലല്ലാതെ ഇവന് ലോകം തിരിയില്ല, അവന് ബോധം വരികയില്ല. അള്ളാഹുവേ, ഇവനിക്ക് നീ സമ്പത്ത് കൊടുത്തു, ഇവനിക്ക് നീ അധികാരം കൊടുത്തു, ഇവനിക്ക് നീ സ്വർണത്തിന്റെയും വെള്ളിന്റെയും കൂമ്പാരം കൊടുത്തു, ഇവനിക്ക് നീ മഹാഭൂരിപക്ഷത്തിന്റെ സപ്പോർട്ട് കൊടുത്തു. പണ്ഡിതന്മാരായ പുരോഹിതന്മാരായ മുഴുവൻ പൗരോഹിത്യവും മുഴുവൻ പാണ്ഡിത്യവും അവനിക്ക് സപ്പോർട്ട്. എല്ലാവരും അവന്റെ ഒന്നിച്ച് എന്റെ ഒന്നിച്ച് ആരുമില്ലല്ലോ അല്ല. എനിക്ക് നീ പണവും തന്നില്ല, എനിക്ക് നീ അധികാരവും തന്നില്ല, ഈജിപ്തിൽ അന്തി ഉറങ്ങാൻ ഒരു കൂര പോലും എനിക്കില്ല. ഇതെല്ലാം നീ ഫിറൗന് കൊടുത്തു. എന്നിട്ട് അവരോട് നിന്നെപ്പറ്റി പറയാൻ എന്നെ പറഞ്ഞയച്ചു നബിയായിട്ട്. ഞാൻ അനുഭവിക്കുകയാണ് കാലങ്ങളോളമായിട്ട്. സാധിക്കൂല പഠിച്ചവനെ, നീ അവനെ ശിക്ഷിച്ചേ പറ്റൂ എന്ന് മൂസാ നബിന്റെ ദുആ അറിയാലോ, വായിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്ത് അല്ലാഹ് എന്താ പറഞ്ഞേ? എന്നാ അങ്ങനെ ആവട്ടെ, നാളെ തന്നെ ഞാൻ തുടങ്ങിയേക്ക. അങ്ങനെയാണോ? അല്ലാഹു തആല മൂസ നബിയോട് പറഞ്ഞു, ഹോ മൂസ, വിവരം കെട്ടവര് പറയും പോലെ പറയാൻ പാടില്ല മൂസ എന്ന് പറഞ്ഞു അല്ലാഹു തആല. നിന്നോട് ഞാൻ ഉപദേശിക്കുന്നു മൂസ, ജാഹിലീങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല. ഈ സ്വർണവും ഈ വെള്ളിയും ഈ അധികാരവും ഈ പണവും ഇതൊക്കെ കൊണ്ടാണ് ഫറോവ കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ മൂസ? അല്ല മൂസ, ഞാനാണ് കളിപ്പിക്കുന്നത്. കളിക്കട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ഫിറൗനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫിറൗന്റെ പട്ടാളത്തെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫിറൗന്റെ പണം കൊണ്ടും അധികാരം കൊണ്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് നിങ്ങൾ ഫലസ്തീനിലേക്ക് രാത്രി തന്നെ സ്ഥലങ്കാരി അയക്കളാന്ന് പറഞ്ഞു അല്ലാഹു തആല. കൂനിന്റെ മുകളിൽ കുരു വന്ന പോലെയായി, വാദി പ്രതിയായി. എന്താ അല്ലാഹു തആല പറഞ്ഞ മൂസാ നബിയോട്? മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് ഫലസ്തീനിലേക്ക് സ്ഥലം മാറിക്കോളാൻ, താമസം മാറിക്കോളാൻ, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പലായനം ചെയ്തോളാൻ. ആരാ അഭയാർത്ഥികള്? മുസ്ലിം അനുയായികളാണോ ഇവിടെ അഭയാർത്ഥികൾ, അതോ ഫറോവയും സമൂഹവുമാണോ? മുസ്ലിം അനുയായികളും. നമ്മളെങ്ങനെ വിലയിരുത്തും? മുസ്ലിം അനുയായികൾ ഏതായാലും അഭയാർത്ഥികളായിട്ട് പോയി. നമ്മൾ അഭയാർത്ഥികളൊക്കെ പോയാൽ ശരിയാവൂല. അതുകൊണ്ട് മാന്യൻ, പണമുള്ളത് ഫിറൗന്, അധികാരമുള്ളത് ഫിറൗന്, അതേപോലെ തന്നെ ആധിപത്യമുള്ളത് ഫിറൗന്, എല്ലാം ഫിറൗന്. അതുകൊണ്ട് നമ്മൾ ഫിറൗന്റെ ഒക്കെ പോകാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും രാത്രി തന്നെ സ്ഥലം കാലിയാക്കാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ എവിടെ പൂർത്തിയാകുന്നുവോ അവിടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. പ്രശ്നങ്ങളില്ലാത്തൊരവസ്ഥ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുകയില്ല. എന്നും പ്രശ്നങ്ങളാണ്. അത് അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്, അള്ളാഹിന്റെ സുന്നത്താണ്. മുവഹിദുകൾ ഒരു രാജ്യത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ, മുഅ്മിനുകൾ ഒരു രാജ്യത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ, എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ ഉള്ളിൽ കടന്നിട്ടുണ്ട് എന്ന് അല്ലാഹ് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാണ് നമ്മൾ പ്രശ്നങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ഫിത്ന എന്ന് പേരിട്ടിരിക്കുന്നത്. മുഅ്മിനീങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായും. ഈമാന്റെയും തൗഹീദിന്റെയും കൂടപ്പിറപ്പാണ് പ്രശ്നങ്ങൾ. ഒരിക്കലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ മുവഹിദുകളെ അല്ലാഹു സമ്മതിക്കുകയില്ല. സ്വസ്ഥമായി കിടന്നുറങ്ങാൻ മുഅ്മിനീങ്ങളെ ഒരിക്കലും അല്ലാഹു തആല വിടുകയില്ല. സ്വസ്ഥത ആർക്കാണ്? ഈമാനില്ലാത്തവർക്കാണ്. അധികാരം, പണം, പത്രാസ്, ഭൂരിപക്ഷം, സപ്പോർട്ട്, കൊട്ടാരം, ബംഗ്ലാവ്, ഇതൊക്കെ ആർക്കുള്ളതാണ്? അതൊക്കെ ഫാസിക്കുകൾക്കും മുജ്രിമുകൾക്കും മുശ്രിക്കുകൾക്കും ഉള്ളതാണ്. മുഅ്മിനീങ്ങൾക്ക് പ്രശ്നം പിറകെ പോയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ഇവരുടെ ഈമാൻ
മരിക്കുന്നത് വരെ ഇസ്തിഖാമത്ത് ചെയ്യണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് ഫലസ്തീനിലേക്ക് നാട് വിട്ടുകളാ, നേരം വെളുക്കുമ്പോഴേക്ക് സ്ഥലം കാലിയാക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. മൂസ നബി വിളംബരം ചെയ്യുന്ന ആള് മാത്രമാണ്. വമാലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. അള്ളാഹുവിന്റെ കൽപ്പന പ്രജകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ജോലി മാത്രമാണ് മൂസ നബിക്ക്. അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ജോലിയാണ് മൂസ നബിക്ക്. ഉടൻ തന്നെ മുസ്ലിമീങ്ങളെ വിളിച്ചറിയിച്ചു, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് ഫലസ്തീനിലേക്ക് നാട് വിടാൻ. പക്ഷെ മുസ്ലിമീങ്ങൾ അനുവദിച്ചില്ല. മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ മൂസ നബിക്കെതിരായിട്ട് തിരിഞ്ഞു. സ്വന്തം അനുയായികൾ മൂസ നബിക്കെതിരായിട്ട് തിരിഞ്ഞു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്താ തങ്ങളെ ഇത്? നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാ, നമ്മൾ മുവഹിദുകളാ, നമ്മളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് നിങ്ങൾ ഒന്നിച്ച് അള്ളാഹുവിന്റെ ആളായിട്ട് വന്നവരാണ്. ഫറോവക്ക് വേണ്ടിയിട്ട് നമ്മൾ നാട് വിട്ടുകൊടുക്കണമെന്നോ? യാക്കൂബ് നബിന്റെ കാലം മുതൽ യൂസുഫ് നബിന്റെ കാലം മുതൽ പരമ്പരാഗതമായി ഈജിപ്ത് നമ്മളതാണ്, നമ്മൾ ഇവിടുത്തെ ആദിവാസികളാണ്. ഇവർ കിബുത്തികൾ അധിനിവേശക്കാരാണ്. അവർക്ക് രാജ്യം വിട്ടുകൊടുത്തിട്ട് നമ്മൾ നാട് വിടണമെന്നോ? നിങ്ങൾ എന്താ മൂസ നബിയായി പറയുന്നത്? മുസ്ലിമീങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരായിട്ട് തിരിഞ്ഞു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കർക്കശമായ നിലപാടെടുത്തു. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പൂർത്തിയാക്കിയേ പറ്റൂ. തീർച്ച ഈ കൽപ്പനയ്ക്ക് പിറകിൽ അള്ളാഹു എന്തോ ഒരു ഔദാര്യം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളെ ടെസ്റ്റ് ചെയ്യാം എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിക്കടന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തോറ്റുപോകാൻ പാടില്ല ഈ ടെസ്റ്റിൽ. അഹസിബന്നാസ് അൻ യുത്രകു അൻ യഖൂലു ആമന്നാ ഫഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസ്, മുഅ്മിനീങ്ങൾ വിചാരിച്ചു പോയോ? അൻ യുത്രകു അൻ യഖൂലു ആമന്നാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങൾ അങ്ങ് ഉപേക്ഷിക്കും, നിങ്ങളെ വിട്ടേക്കുമെന്ന് വിചാരിച്ചു പോയോ? ഫഹും ലാ യുഫ്തനൂൻ, എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളെ ഉള്ളിൽ കടന്നിട്ടുണ്ട് എന്ന് പരീക്ഷിക്കാതെ നിങ്ങൾ അങ്ങ് വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് വിചാരിച്ചു പോയോ? ഇത് മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത്, മുശ്രിക്കീങ്ങളോടും കാഫിരീങ്ങളോടും അല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളിൻ, തൗഹീദിന്റെ വഴിയിലേക്ക്, ഈമാന്റെ വഴിയിലേക്ക്, അള്ളാഹു മാത്രം എന്ന ആ ഭയങ്കരമായ പ്രഖ്യാപനത്തിലേക്ക് ഒന്നോ രണ്ടോ മുസ്ലിമീങ്ങൾ എപ്പോഴൊക്കെ കടന്നു വരുമോ അപ്പോഴെല്ലാം പ്രശ്നങ്ങൾ അവരെ പിന്നാലെ കൂടും. അത് അള്ളാഹുവിന്റെ ഒരു തർത്തീബാണ്, ഒരു സുന്നത്താണ്. അതിൽ നാം പതറിപ്പോവാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു തആല ഉറപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബലിഹിം, നിങ്ങളെ പൂർവീകന്മാരായ നബിമാരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, മുർസലുകളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. അവരെ ഞാൻ സ്വസ്ഥമായി ഒരിടത്ത് ഇരുത്തിയില്ല. എന്തിന്? തീർച്ചയായിട്ടും അല്ലാഹു തആലക്ക് അറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖോട് കൂടി പറഞ്ഞത് തന്നെയാണോ അതോ കദിബോട് കൂടി പറഞ്ഞതാണോ അല്ലാഹു തആലക്ക് അറിയണം. സത്യസന്ധമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയാണോ അതോ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണോ? ഇത് അല്ലാഹു തആലക്ക് അറിയണം. അതുകൊണ്ട് എപ്പോഴും അല്ലാഹു തആല മുവഹിദുകളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന പരീക്ഷണം. അതുകൊണ്ട് നാം തോറ്റുകൂടാ. അള്ളാന്റെ കൽപ്പന പൂർത്തിയാക്കിയേ പറ്റൂ. മൂസ നബി പറഞ്ഞു ജനങ്ങളോട്, എത്രയും പെട്ടെന്ന് ഉള്ള അത്യാവശ്യത്തിലുള്ള സാധനങ്ങൾ പെറുക്കി കെട്ടി സ്ഥലം വിടാൻ തീരുമാനമായി. അവർ ഈജിപ്ത് വിട്ടു. മലയിടുക്കുകളിലൂടെ, മലമ്പാതകളിലൂടെ, മരുഭൂമികളിലൂടെ അവർ സഞ്ചരിച്ചു. നേരം പുലരുമ്പോഴേക്കും അവരെത്തിപ്പെട്ടത് ചെങ്കടലിന്റെ തീരത്താണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ജനങ്ങളും ചെങ്കടലിന്റെ തീരത്താണ് എത്തിപ്പെട്ടത്. മുന്നോട്ട് വഴിയില്ല. നേരത്തെ പ്രശ്നമുണ്ടാക്കിയ മുസ്ലിമീങ്ങൾ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ഓ മൂസ നബിയെ, നിങ്ങൾ എവിടെയാണ് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ഇനി എങ്ങോട്ടാ പോവുക? ഫലസ്തീനിലേക്കൊന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ കടലിലെ തരത്താണുള്ളത്, ഇനി എങ്ങോട്ടാ? അപ്പോഴേക്കും വിവരം കിട്ടി, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിൽ ഏത് നാട്ടിൽ പോയാലും ജീവിക്കാൻ വിടൂല എന്ന വാദവുമായി ഫറോവ തന്റെ പട്ടാളത്തെയും കൂട്ടി വിട്ടിട്ടുണ്ട്. പട്ടാളത്തെയും കൂട്ടി പിന്നെ കൊട്ടാരം വിട്ടിട്ടുണ്ട് എന്ന വിഷയം മൂസ നബിന്റെ അനുയായികളുടെയും ശ്രദ്ധയിലെത്തി. കുടുങ്ങി, ശൈത്താന്റെയും കടലിന്റെ അടിയിലായി. ഇതിനാണ് സാധാരണ നമ്മൾ ഉദാഹരണം പറയാറ്, ബൈനൽ ബഹരി വ ശൈത്താൻ. മുൻപിൽ ചെങ്കടല്, പിറകെ ഫറോവാന്റെ പട്ടാളം കൊന്നൊടുക്കാൻ വരിക. ഭൂലോകത്ത് എവിടെ പോയാലും മൂസ നബിയെ ജീവിക്കാൻ വിട്ടുകൂടാന്നും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേർ മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷവും കടന്നു കയറാൻ തുടങ്ങി. നിങ്ങൾ ഞങ്ങളെ കൊലക്കൊടുക്കാൻ പോവുകയാണോ? നിങ്ങൾ അള്ളാന്റെ കൽപ്പന മറ്റേ നശിപ്പിക്കാൻ പോവുകയാണോ? എന്താ തങ്ങളെ ഈ കാണുന്നത്? ഇനി അങ്ങോട്ടാ പോവുക? ഫറോവാന്റെ പട്ടാളം വരുന്നുണ്ട് വിവരം കിട്ടിയ അവസ്ഥയ്ക്ക് ഇനി എന്താ പരിപാടി? കൂളായിട്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം
പണ്ട് തൂരിസീനായിൽ നിന്ന് കിട്ടിയ പരിശീലനം അത് 100% ഫസ്റ്റ് റാങ്കോടെ 100 മാർക്കോടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രയോഗിച്ചു. എന്താ പറഞ്ഞത്? ഖല്ല, അടങ്ങിയിരിക്കെ, ഇന്നമഇ റബ്ബി സയഹ്ദി, ഞാൻ എന്റെ അള്ളാഹ് പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത്, തീർച്ചയായിട്ടും എന്റെ അള്ളാഹ് ഒരു വഴി തുറന്നു തരും. എന്തൊരു ഈമാൻ! അതാണ് യഖീൻ, അതാണ് യഖീൻ. അതിന്റെ പേരാണ് ഈമാൻ, അതാണ് തൗഹീദ്. അതാണ് സുഹൃത്തുക്കളെ തൗഹീദ്. പ്രസംഗിക്കലല്ല തൗഹീദ്, ഇങ്ങനെ ഇരുന്നിട്ട് കേൾക്കലുമല്ല തൗഹീദ്. നിർണായക ഘട്ടത്തിൽ അള്ളാഹുവിനെ മാത്രം അഭയം തേടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് തൗഹീദ്. അള്ളാഹു അല്ലാത്ത പലരും സഹായ വാഗ്ദാനവുമായിട്ട് വന്നു. ഇല്ല, കല്ല, ഇന്നമഇ റബ്ബി സയഹ്ദി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീയിൽ കരിയാൻ പോവുകയാണ്. ജിബ്രീലാണ് വന്നത് സഹായ വാഗ്ദാനവുമായിട്ട്. അള്ളാഹ് പറഞ്ഞു വിട്ടതാണ്, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം. എന്താ ഇബ്രാഹിം പറഞ്ഞത്? കല്ല, കല്ല, ഇല്ല, പോ, അമ്മാ ഇലൈക ഫലാ, നിന്റെ കൊണ്ട് ഒരാവശ്യവും എനിക്ക് വരാൻ തീരാനില്ല. എന്റെ അള്ളാഹു നിശ്ചയിച്ചതാണ് എന്റെ ജോലി, എന്റെ ഡ്യൂട്ടി. എന്റെ പ്രശ്നങ്ങൾ ഇടപെടാൻ എന്റെ അള്ളാഹു കഴിവുള്ളവനാണ്. അനുവദിക്കപ്പെട്ട അസ്ബാബുകളെ പോലും ഉയർന്ന ഈമാന്റെ നിലവാരത്തിലെത്തിയാൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന അള്ളാഹുവിന്റെ തീരുമാനമാണ്. അനുവദിക്കപ്പെട്ട അസ്ബാബ് പോലും. എന്നിട്ടല്ലേ പിന്നെ അനുവദിക്കപ്പെടാത്ത അസ്ബാബിന്റെ കാര്യം. ഈമാൻ 3 തബക്കയാണ്. 1 ആമിന്റെ ഈമാൻ, 2 ഖാസിന്റെ ഈമാൻ, 3 അഖസ്സിന്റെ ഈമാൻ. ഇസ്ലാം അതിന്റെ പ്രൈമറി സ്റ്റേജാണ്. ഈമാൻ അതിന്റെ അപ്പർ പ്രൈമറി സ്റ്റേജാണ്. ഇഹ്സാൻ അതിന്റെ ഫൈനൽ സ്റ്റേജാണ്. ഇസ്ലാം അതിന്റെ പ്രാഥമിക കാര്യങ്ങൾ അനുവദിക്കപ്പെട്ട അസ്ബാബുകളെ ഇഷ്ടം പോലെ പ്രയോഗിക്കാം. എന്നാൽ ഇസ്ലാമിൽ നിന്ന് ഈമാനിലേക്ക് പുരോഗതി പ്രാപിക്കുമ്പോൾ അനുവദിക്കപ്പെട്ട അസ്ബാബുകളും അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരാകും. ഈമാനിൽ നിന്ന് ഇഹ്സാനിലെത്തുമ്പോൾ അനുവദിക്കപ്പെട്ട അസ്ബാബുകളെ പോലും വേണ്ടെന്ന് വെക്കും. അള്ളാഹുവിന്റെ നേരിട്ടുള്ള ഇടപെടലിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈമാന്റെ പുരോഗതി. അതാണ് ഈമാന്റെ പുരോഗതി. നമ്മൾ ഈ മരിക്കുന്നത് വരെ അസ്ബാബ് എന്ന് പറഞ്ഞ് നടന്നാൽ വല്ലാഹി നമുക്ക് ഈമാനിലെ പുരോഗതി ഉണ്ടാകുകയില്ല. ഏതു സമയത്തും ആ ഈമാന്റെ ഗോപുരം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് മുവഹിദുകൾ. വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. തൗഹീദിന്റെ സൗഭാഗ്യം ലഭിച്ചവർ ഏത് സമയത്തും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം ആ രീതിയിൽ അള്ളാഹു അവരെ കൈപിടിച്ചുയർത്തി കൊണ്ടുവരികയാണ്. ഇസ്ലാമിൽ നിന്ന് ഈമാനിലേക്ക്, ഈമാനിൽ നിന്ന് യഖീനിലേക്ക്, യഖീനിൽ നിന്ന് ഇഹ്സാനിലേക്ക്. ഇഹ്സാൻ ഫൈനൽ കോഴ്സാണ്. എന്താണ് ഇഹ്സാൻ? ലൈസ ബൈനി വ ബൈന റബ്ബി ഷൈ, എന്റെ അള്ളാന്റെ ഇടയിൽ വേറെ ഒന്നിനും ഒരു സ്ഥാനമില്ല. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇഹ്സാൻ പോലെ മറിയം ബീബി കൊളക്കടവിൽ നിന്ന് കയറി വന്നു. മസ്ജിദുൽ അഖ്സാന്റെ പരിപാലകയാണ് മറിയം. ഇമ്രാന്റെ മോളാണ് മറിയം. മറിയം മെഹ്റാബിലാണ്, പള്ളിയിൽ ഖിദ്മത്തിലാണ്, പുറത്തിറങ്ങാൻ പറ്റുകയില്ല. ഭക്ഷണത്തിന്റെ കാര്യം മറിയമ്മിന് ഒരു ആശങ്കയുമില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മറിയമേ ഭക്ഷണം അതെന്റെ അള്ളാഹ് തരും. നമ്മൾ കേട്ടാ പറയും, എടാ നീ അള്ളാന്ന് പറഞ്ഞാടെ ഇരുന്നോ എന്ന് പറയും. അത്രേ നമുക്ക് ഈമാന്റെ വില ഉള്ളൂ. നമുക്കത്രേ ഈമാന്റെ വില ഉള്ളൂ. പക്ഷെ മറിയം പറഞ്ഞത് അത് എന്റെ അള്ളാഹ് തരും. സക്കരിയ പിറ്റേത്ത് കയറി വരുമ്പോൾ മെഹ്റാബിൽ നിന്ന് മറിയം നല്ല സുന്ദരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, പഴം തിന്നുകൊണ്ടിരിക്കുന്നു. ആ സീസണിൽ കിട്ടാത്ത പഴം. സക്കരിയ ചോദിച്ചു, യാ മറിയമു അന്നാ ലക്കി ഹാദാ, നിനക്ക് എവിടുന്നാ മറിയമേ ഇത്ര നല്ല പഴം കിട്ടിയത് ഈ സമയത്ത്, ഈ അൺസീസണിൽ? കാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, എന്റെ അള്ളാഹ് കൊടുത്തന്നതാണ്. തീർന്നു, ഇത്രയുള്ള കാര്യം. ലൈസ ബൈനഹു വ ബൈനഹു ഷൈ. അള്ളാഹു ഈമാന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവർ ഇഹ്സാന്റെ ദർജയിലെത്തണമെന്നാൽ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളെ അല്ലാഹു തആല പരീക്ഷിക്കുന്ന എന്താണ്? നിങ്ങളെ കൂട്ടത്തിലെ മുഹ്സിനീങ്ങൾ ആരാണെന്ന് പരീക്ഷിക്കണം അല്ലാഹ്ക്ക്. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അതാണ് ഇഹ്സാൻ. എല്ലാം അല്ലാഹ്. അനുവദിക്കപ്പെട്ട അസ്ബാബ് പോലും ആശ്രയത്തിന് അല്ലാഹു തആല വിട്ടുകൊടുക്കുകയില്ല. ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വരുമ്പോൾ സാധാരണ ഒരു ഉപ്പാക്കുള്ള ചിന്ത ഇബ്രാഹിം നബിക്കുണ്ടായി. സാധാരണ ഒരു ബാപ്പാന്റെ ചിന്ത എന്താണ്? അനുവദിക്കപ്പെട്ട ചിന്തയാണ്. മക്കൾ വളരുമ്പോൾ, ആ മക്കൾ വളരുമ്പോൾ വയസ്സാവുന്ന ബാപ്പ ചിന്തിക്കും, എന്റെ മോൻ വളർന്നാൽ എനിക്കൊരു താങ്ങായി, എന്റെ കൈപിടിച്ച് നടക്കാൻ എനിക്കൊരാളായി, എനിക്ക് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ എന്നെ ശുശ്രൂഷിക്കാൻ ഒരാളായി. അനുവദിക്കപ്പെട്ട ചിന്തയാണ്.
അനുവദിക്കപ്പെട്ട ചിന്തയാണ്. എന്നാൽ ഉയർന്ന ദർജയിലെത്തിയിരിക്കുന്ന മുവഹിദിനെ അങ്ങനെ ചിന്തിക്കാനും അല്ലാഹു തആല സമ്മതിക്കൂല. സുഹൃത്തുക്കളെ, സമ്മതിക്കൂല. ഹദ്റത്ത് ഇബ്രാഹിമിന്റെ മനസ്സിൽ എനിക്ക് നല്ലൊരു അനന്തരാവകാശം കിട്ടിയെന്ന് സന്തോഷിച്ച് കഴിഞ്ഞുകൂടുകയായിരുന്നു. എനിക്ക് നല്ലൊരു മോനെ കിട്ടിയെന്ന സന്തോഷം, മോൻ വളരുമ്പോൾ ഭയങ്കരമായ പ്രത്യാശ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിന്റെയും അള്ളാന്റെയും ഇടയിൽ ഇസ്മായിൽ ഒരു ബലഹീനതയായിട്ട് വളർന്നു വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അല്ലാഹു തആല സിറിയയിൽ വെച്ച് ഇബ്രാഹിമിനെ അറിയിച്ചു, ആ മോനെ അറുത്ത് കളയണം, ആ മോൻ വേണ്ട. ശരിയല്ലേ? പറഞ്ഞോ ഇല്ലയോ? കഥയല്ല, കാര്യമാണ്. എന്തിനാ അറുക്കാൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഇബ്രാഹിമിന്റെയും ഇടയിൽ ഇസ്മായിലിലുള്ള ആ മാനസികമായ ഒരു ചാട്ടം ഇബ്രാഹിമിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആലക്ക് ബോധ്യപ്പെട്ടപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ അസ്ബാബുകൾ അംഗീകരിക്കാൻ അള്ളാഹ് അനുവദിക്കുകയില്ല. ഈമാന്റെ വഴിയിൽ തറക്കി കിട്ടിയാൽ, പുരോഗതി കിട്ടിയാൽ അതിന്റെ ലക്ഷണം എന്തായിരിക്കും? അള്ളാന്റെയും നമ്മളെയും ഇടയിൽ എന്താണോ അനുവദിക്കപ്പെട്ട ഹലാലായ അസ്ബാബുകൾ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് കണ്ടാൽ ആ അസ്ബാബുകളെ അല്ലാഹു തആല മാറ്റിക്കളയും. നമ്മളെ ഇഷ്ടപ്പെട്ടാൽ, അഥവാ നമ്മളെ കൈവിട്ടാൽ അള്ളാഹു എന്ത് ചെയ്യും? അസ്ബാബുകൾ നമ്മുടെ കയ്യിൽ കുന്നുകൂട്ടും, എന്നിട്ട് അതിൽ നമ്മളെ ജോലിയാക്കി തരും. അതോടെ അള്ളാഹു നമ്മളെ കൈവിടുകയും ചെയ്യും. ഇതാണ് നമുക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന തത്വം ഈമാന്റെ കാര്യത്തിൽ. ഇല്ല സുഹൃത്തുക്കളെ, തൗഹീദ് അത് നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മൾ തൗഹീദിന്റെ പ്രബോധകന്മാർ, സലഫുകളുടെ മാർഗമനുസരിച്ച് തൗഹീദ് പ്രബോധനം ചെയ്യുന്നവർ, മുവഹിദുകൾ, അതിനുവേണ്ടി ആരോഗ്യം ചെലവാക്കുന്നവർ, പണം ചെലവാക്കുന്നവർ, അതിനുവേണ്ടി സീഡികളും മറ്റും ചെലവാക്കുന്നവർ. പക്ഷെ നമ്മൾ തൗഹീദ് പഠിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വളരെ പിറകിലാണ്. എന്താണ് തൗഹീദ്? ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുവാനുള്ള പരിശീലനം, അതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിക്കാനുള്ള പരിശീലനമാണ് തൗഹീദ്. അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തന്ന മുഴുവൻ ചരിത്രത്തിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നത്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മോനെയും കൂട്ടിയിട്ട് മിനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിലെത്തി. മോനോട് അള്ളാഹുവിന്റെ ഉലൂഹിയത്ത്, റുബൂബിയത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു. ആ അള്ളാഹുവിന് അബ്ദിയത്ത് പ്രകടിപ്പിക്കാനുള്ള രീതിശാസ്ത്രവും പറഞ്ഞു കൊടുത്തു. മോനെ, റബ്ബായ അള്ളാഹ് ഉടമസ്ഥൻ അവനാണ് മോനെ, നിർമ്മിച്ചവൻ അവനാണ് മോനെ, നിയന്ത്രിച്ചവൻ അവനാണ് മോനെ. അതുകൊണ്ട് നമ്മൾ അവനെ മാത്രമേ ഇലാഹാക്കാവൂ, അവനെ മാത്രമേ പ്രതീക്ഷിക്കാവൂ, അവനെ മാത്രമേ ആഗ്രഹിക്കാവൂ, അവനെ മാത്രമേ ആശ്രയിക്കാവൂ. പൊന്നുമോനെ, അള്ളാഹു അല്ലാത്തൊരു വ്യക്തിയെയോ ഒരു ശക്തിയെയോ ഒരു വസ്തുവിനെയോ അത് നമുക്ക് അനുവദിച്ചു തന്നതായാൽ പോലും, അള്ളാഹ് നമുക്ക് അനുവദിച്ചു തന്നായാൽ പോലും ആശ്രയത്വം പറ്റൂല മോനെ. മോൻ അള്ളാഹു ബഹുമാനപ്പെട്ട ഇബ്രാഹിം ആകുന്ന ബാപ്പാന്റെ ഉപദേശം കേൾക്കുകയാണ് മിനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ വെച്ച്. ബഹുമാനപ്പെട്ട ഇസ്മായിലാകുന്ന പൊന്നുമോൻ ചോദിക്കുകയാണ് ബാപ്പാനോട്, എന്താണ് ബാപ്പ, പറ, എന്താ സംഭവം? ബാപ്പാക്ക് എന്തോ പറയാനുണ്ട്, പറഞ്ഞോളി ധൈര്യമായിട്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഗദ്ഗദത്തോടെ പ്രിയപ്പെട്ട മോന്റെ തലയോടിക്കൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. മോനെ, നിന്നെ അറുക്കണമെന്ന് എനിക്ക് വഹിയുണ്ട്, നിർവഹിച്ചേ പറ്റൂ മോനെ, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ തോറ്റുപോകും. ഈ പരീക്ഷണത്തിൽ ജയിച്ചേ പറ്റൂ മോനെ. അതുകൊണ്ട് മോന്റെ അഭിപ്രായം പറ. ഫൻദുർ മാദാ തറ, നീ എന്താ അഭിപ്രായപ്പെടുന്നത്? നീ പറ, എനിക്ക് പറയാനുള്ളത് നീ പറ. എന്റെ ബഹുമാനമുള്ളവരെ, തീയിൽ മുളച്ചത് വെയിലത്ത് വാടിപ്പോവില്ല. ഇത് വെറുതെ പറഞ്ഞതല്ല. ഇബ്രാഹിമിന്റെ മോനാണ് ഇസ്മായിൽ, ഇബ്രാഹിമിന്റെ മോനാണ് ഇസ്മായിൽ. അതെ, പ്രപഞ്ചനാഥൻ മാനവകുലത്തിന്റെ മുമ്പിൽ തൗഹീദിന്റെ പ്രതീകങ്ങളാക്കി കാണിച്ചു കൊടുക്കാൻ തെരഞ്ഞെടുത്തത് മൂന്ന് വ്യക്തികളെയാ. ഒന്ന് ഇബ്രാഹിം, ഒന്ന് ഹാജറ, ഒന്ന് ഇസ്മായിൽ. അതുകൊണ്ട് തന്നെ ആ ഇസ്മായിൽ അതിന്റെ യോഗ്യത അല്ലാഹു കൊടുത്തിരിക്കും. ഇസ്മായിലിന് ആ യോഗ്യത അല്ലാഹു കൊടുത്തിരിക്കും. അല്ലാഹു തെരഞ്ഞെടുത്തവർക്ക് പരിശീലനം നൽകാൻ അല്ലാഹു മതിയായവനാണ്. അല്ലാഹു തെരഞ്ഞെടുത്തവർക്ക് ആശ്രയത്വം നൽകാൻ അല്ലാഹു മതിയായവനാണ്. അല്ലാഹു തെരഞ്ഞെടുത്തവർക്ക് അഭയം നൽകാൻ അല്ലാഹു മതിയായവനാണ്. തെരഞ്ഞെടുക്കൽ മാത്രമാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പ് കിട്ടാൻ മാത്രമാണ് പ്രശ്നം. അതിനാണ് നമ്മൾ മെനക്കെടേണ്ടത്. അതിനാണ് ദഅവത്ത്, അതിനാണ് പ്രബോധനം, അതിനാണ് പ്രസംഗം. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട്, ഒരിക്കലും നമുക്ക് തോന്നിപ്പോകരുത് മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാനാണ് നാം ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് വല്ലാഹി തോന്നിപ്പോകരുത്. അല്ല, പിന്നെ എന്തിനു വേണ്ടിയാ? എന്റെ അല്ലാഹു തൗഹീദിന്റെ രാജപാതയിൽ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. മരിക്കുന്നത് വരെ സസ്പെൻഷൻ നടന്നുപോടാ,
ഡിസ്മിഷൻ നടന്നുകൂടാ. എന്നെ അള്ളാഹു അംഗീകരിക്കണം, എനിക്കല്ല ഇസ്തിഖാമത്ത് തരണം, മരിക്കുന്നത് വരെ ഈ സൗഭാഗ്യം നിലനിന്നു പോകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വാൾ പോസ്റ്റ് ഒട്ടിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ നോട്ടീസ് ഒട്ടിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പന്തലിടുന്നത്. അതിനുവേണ്ടിയാണ് പ്രസംഗിക്കുന്നവൻ പ്രസംഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് കേൾക്കുന്നവർ കേൾക്കുന്നത്. എന്തിന്? സ്വന്തം ഇസ്തിഖാമത്തിന് വേണ്ടി. വല്ലാഹി അതല്ലാതെ വേറെ ഒന്നും കരുതണ്ട. ബാക്കിയുള്ളത് പാർശ്വഫലങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളത് പാർശ്വഫലങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർക്ക് ഹിദായത്ത് കിട്ടുന്നത് പാർശ്വഫലങ്ങൾ മാത്രമാണ്. നമുക്ക് വേണ്ടി മെനക്കെടുമ്പോൾ ആ കെയർ ഓഫിൽ മറ്റു പലർക്കും പല പരകളും കിട്ടുന്നു. വസ്ത്രം അലക്കാൻ ആരും കല്ല് വെളുക്കാൻ സോപ്പിടാറില്ല. സോപ്പിട്ടിട്ട് വസ്ത്രം അലക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കല്ലും വെളുപ്പാവും. സാധാരണമാണ്. ഒരു പന്ത് എത്രത്തോളം ശക്തമായിട്ടൊരു ചുമരിലെറിയുമോ ആ പന്ത് അത്രയും ശക്തമായി തിരിച്ചു വരും. ഇതേപോലെ ശക്തമായി തൗഹീദ് പറയുക. എന്തിന്? വളരെ ശക്തമായി കൽബിലേക്ക് തിരിച്ചു വരാൻ. കൽബിലേക്ക് തിരിച്ചു വരാൻ. ഞാൻ എന്നും കേരളത്തിലെ തൗഹീദിന്റെ പ്രബോധകന്മാരോട് പറയുന്ന ഒരു വിഷയമുണ്ട് എന്റെ എപ്പിസോഡും. നാം ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു അക്ഷരം പറയണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി സദസ്സുകൾ സംഘടിപ്പിക്കണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി വാൾ പോസ്റ്റർ നോട്ടീസ് ഒട്ടിക്കണ്ട. മറിച്ച് എന്റെ അള്ളാഹ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് തൗഹീദിന്റെ രാജപാതയിൽ. ആർക്കും കിട്ടാത്ത സൗഭാഗ്യം. 70 കോടിക്കണക്കിന് ആളിൽ നിന്ന് 100 കണക്കിന് ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യം. അതിൽ ഈ രാജ്യത്തിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. 10,000 കണക്കിന് മുസ്ലിമീങ്ങളുള്ള ഈ രാജ്യത്ത് നിന്ന് തൗഹീദ് പറയാൻ, അല്ല മാത്രം എന്ന് പറയാൻ എന്നെയാണ് അല്ല തെരഞ്ഞെടുത്തത്. അതെന്റെ കുടുംബത്തിന്റെ പത്രാസല്ല, എന്റെ പാരമ്പര്യത്തിന്റെ ഗുണമല്ല, എന്റെ മറ്റേതെങ്കിലും യോഗ്യതയല്ല. എന്റെ അല്ല എന്നെ തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്റെ അള്ളാഹ്ക്കേ അറിയുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഞാൻ യോഗ്യനല്ല, ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഞാൻ അർഹനല്ല. എന്തുകൊണ്ടും അർഹതയുള്ള മറ്റ് പലരും നാട്ടിലുണ്ട്. പക്ഷെ എന്റെ അള്ളാഹ് എന്നെയാണ് തെരഞ്ഞെടുത്തത്. തീർച്ച ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നതും. യോഗ്യതയുള്ളവർ പുറത്ത്, യോഗ്യത ഇല്ലെന്ന് തോന്നിപ്പോയവരെല്ലാം അകത്ത്. അതാണ് ചരിത്രം. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ മറുപടി, മോൻ യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലാഹു അക്ബർ. ഹോ ബാപ്പാ, അങ്ങ് പരാജയപ്പെട്ടു പോകാൻ പാടില്ല, അങ്ങ് തോറ്റുപോകാൻ പാടില്ല. അങ്ങ് ഫസ്റ്റ് റാങ്കോടെ ജയിക്കണം, 100 മാർക്കോടെ ജയിക്കണം. ഈ മോൻ അള്ളാഹുവും നിങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന് കാരണമാകാൻ പാടില്ല ബാപ്പ. ഈ മോനോടുള്ള സ്നേഹം, ഈ മോൻ വളർന്നു വരുന്നു എന്ന ആശ്രയത്വ ബോധം അള്ളാഹും എന്റെ പ്രിയപ്പെട്ട ബാപ്പയും തമ്മിൽ തെറ്റാൻ കാരണമാവരുത്. ധൈര്യമായി എന്താണോ കൽപ്പിച്ചത് ചെയ്തോളൂ ബാപ്പ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഞാൻ അതിനുവേണ്ടി ഏതറ്റം വരെയും ക്ഷമിച്ചു തരാം. എന്റെ ബാപ്പ ജയിക്കാൻ ഏതറ്റം വരെയും ഞാൻ ക്ഷമിച്ചു തരാം. എന്റെ ബാപ്പ എന്റെ അള്ളാന്റെ സ്വന്തമാകാൻ ഞാൻ ഏതറ്റം വരെയും സഹിച്ചു തരാം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അതുകൊണ്ട് ബാപ്പ ചെയ്തോളിൻ, ഒരു പ്രശ്നവുമില്ല ബാപ്പ. ഇബ്രാഹിം സന്തോഷം കൊണ്ട് തിളങ്ങിയ മുഖം. മിനാ പർവ്വതത്തിന്റെ താഴ്വാരത്തൊരു പാറയുടെ ചോട്ടിൽ ഇസ്മായിലിനെ കഅബാലയത്തിന്റെ നേരെ തിരിച്ചു കിടത്തി വലത്തെ കാലുകൊണ്ട് ഇസ്മായിലിന്റെ 2 കാല് ചവിട്ടിപ്പിടിച്ച് ഇടത്തെ കൈകൊണ്ട് കുടുമ ഇബ്രാഹിം അലി ഇടത്തെ കാലിന്റെ ചോട്ടിലാക്കി കത്തിയൂരി ഇസ്മായിലിന്റെ കഴുത്തിൽ കത്തി വെച്ച് ബിസ്മില്ലാ പറഞ്ഞ് ആഞ്ഞു മുറിച്ചു. ക്ലാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറഞ്ഞു, ഹോ ഇബ്രാഹിം, എനിക്ക് ഇസ്മായിലിന്റെ ഇറച്ചി വേണ്ട, എനിക്ക് ഇസ്മായിലിന്റെ രക്തവും വേണ്ട. ഞാൻ മാംസദാഹിയല്ല, ഞാൻ രക്തദാഹിയല്ല. എനിക്ക് ആവശ്യം ഇബ്രാഹിമിന്റെ മനസ്സാണ്. എന്നെ സ്നേഹിച്ച ഇബ്രാഹിം, എന്നെ അംഗീകരിച്ച ഇബ്രാഹിം, എന്നെ പൂർണ്ണമായി ആശ്രയിച്ച ഇബ്രാഹിം, മോനിൽ ആശ്രയത്വം കണ്ടെത്തുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇല്ല ഇബ്രാഹിം, നീ ജയിച്ചു ഇബ്രാഹിം. അയ്യാ ഇബ്രാഹിം, ഖദ് സദ്ദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഹോ ഇബ്രാഹിം, ഖദ് സദ്ദഖത റുയാ, നീ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. നീ അള്ളാന്റേത് തന്നെയാണ് ഇബ്രാഹിം. അല്ല നിന്റേതാണ് ഇബ്രാഹിം, നീ അള്ളാന്റേതാണ് ഇബ്രാഹിം. അതുകൊണ്ട് മോനെ വിട്ടേക്കിൻ, എനിക്ക് നിന്നെ കിട്ടിക്കഴിഞ്ഞു. ഒരു കാര്യം ചെയ്തോളിൻ, അറുക്കാനുള്ള ആ വാസന, ജിജ്ഞാസ നീ ബലഹീനമായി പോണ്ട. ഈ ആട്ടിനെ അറുത്തോളിൻ. ഒരാട്ടിനെ അല്ലാഹു തആല അതിന്റെ ദണ്ഡമായി പ്രായശ്ചിത്തമായി നൽകി. ഇതാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ രീതി. ഇതാണ് അള്ളാഹുവിന്റെ രീതി. നാം മനസ്സിലാക്കണം. തൗഹീദിന്റെ പ്രബോധകന്മാർ വളരെ ഗൗരവത്തോടെ ഇക്കാര്യം മനസ്സിലാക്കണം.
നാം അള്ളാഹുവിലേക്ക് അടുക്കുന്തോറും പരീക്ഷണങ്ങൾ കൂടിക്കൂടി വരും. എന്തിന്? ഇവൻ എന്റേത് മാത്രമാണോ എന്ന് അള്ളാഹ്ക്ക് അറിയണം, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവനെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. നാം തോറ്റുകൂടാ. തൗഹീദിന്റെ പ്രബോധകന്മാര് തോറ്റുകൂടാ. സുഹൃത്തുക്കളെ, തോറ്റുകൂടാ. വളരെ വ്യക്തമായി ഞാൻ അൽഹംദുലില്ലാഹ് 50-100 കൊല്ലങ്ങളായി അള്ളാന്റെ വഹദാനിയത്ത് കേരളക്കരയിലെ ജനങ്ങൾക്ക് കടുകടുത്ത ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദിന്റെ പ്രബോധകന്മാർ, അതേത് പ്രസ്ഥാനങ്ങളായാലും ശരി, കെട്ടുകെട്ടിയോടെ നാം തൗഹീദികളായിക്കൊള്ളണം. ഏത് രീതിയിൽ നമ്മുടെയും അള്ളാന്റെ ഇടയിൽ എന്ത് കടന്നു വന്നാലും ശരി, അത് ഒരു പരീക്ഷണമാണെന്ന് ബോധ്യപ്പെട്ട് ആ കടന്നു വന്നതിനെ കൈകൊണ്ട് തട്ടിമാറ്റി, ഇല്ല അല്ലാ, എനിക്ക് നീ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് പരീക്ഷണത്തിൽ നിന്നുള്ള ജയം. അല്ലെങ്കിൽ നാം പരീക്ഷണത്തിൽ നിന്ന് പിറകോട്ട് പോകും. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തന്നെയാണ് പറഞ്ഞത്. അള്ളാഹ്ക്ക് അറിയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസന്റെ ഉള്ളിൽ കടന്നിട്ടുണ്ടോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. അലൈഹിസ്സലാത്തു വസ്സലാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നിച്ചുള്ള മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കടന്നിട്ടുണ്ടോ എന്ന് അല്ലാഹു തആലക്ക് അറിയണം. അത് അള്ളാഹ്ക്കൊരു രസമാണ്. അതിന് കട്ടുകെട്ടുത്ത നടപടി ഏർപ്പെടുത്തുന്ന ഒരു അല്ലാഹു തആല ജയിച്ചു കൊടുക്കണം. മുഅ്മിനീങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൂളായി 100 മാർക്കോടെ ജയിച്ചു. കല്ലാ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. എന്റെ അല്ലാഹ് പറഞ്ഞിട്ടാണ് ഞാൻ പുറപ്പെട്ടത് ഈജിപ്തിൽ നിന്ന്. തീർച്ച എന്റെ ഒന്നിച്ചെന്റെ അല്ലാഹു ഉണ്ട്, അവൻ എനിക്കൊരു വഴി തുറന്നു തരും. അപ്പം ബലഹീന മനസ്സുള്ള ചില മുസ്ലിമീങ്ങൾ അനുയായികൾ എന്ത് തങ്ങളതികൾ പറയുന്നത്? കടല് മുമ്പില് പിറകെ ഫറോവാന്റെ പട്ടാളം. അപ്പൊ മൂസ നബി പറഞ്ഞു, നിങ്ങൾ അടങ്ങിയിരിക്കും, വസ്തുക്കൾ അല്ലാഹ്ക്കൊരു വിഷയമല്ല, അല്ലാഹു ഇടപെട്ടാൽ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇതാണ് ഈമാന്റെ പൂർണ്ണത. എന്റെ അല്ലാഹ് കഴിവുള്ളവനാ. മതിയല്ലോ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് മനസ്സിലാക്കണ ഇരുമ്പോലൊക്കെയല്ല, അത് വിഴുങ്ങിയിട്ട് അതിന്റെ മേലെ ചൊക്ക് കഷായം കുടിച്ച് ദയിപ്പിക്കാൻ. ഈമാൻ തൗഹീദാക്കി മാറ്റണം. എപ്പോൾ? എന്തിന്? എന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒന്നും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒന്നിക്കൽ അനുവദിക്കപ്പെട്ടത്, ശർഅ് അനുവദിച്ച് തന്നത് അല്ലെങ്കിൽ ശർഅ് അനുവദിച്ച് തരാത്തത്, ഒന്നിനും എന്റെ അള്ളാന്റെ ഇടയിൽ സ്ഥാനമില്ല. ഞാനും എന്റെ അള്ളി മാത്രം. ലൈസ ബൈനി വബൈന റബ്ബി ശൈ. സുബ്ഹാനല്ലാഹ്. അതാണ് ഇഹ്സാൻ. അൻ തഅബുദല്ലാഹ് കഅന്നക തറാഹ് ഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തീവ്രമായ ഈ പ്രഖ്യാപനം മുൻപിൽ കാണുന്ന അസ്ബാബുകൾ, വസ്തുക്കൾ, മെറ്റീരിയൽസ്, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, ഹാലാത്തുകൾ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റിക്കൊണ്ട് ആകാശത്തിന്റെ നിയന്താവിനെ ആശ്രയിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക്, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. പണ്ട് തൂരി സീനായിൽ വെച്ച അള്ളാഹ് ആരാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ അള്ളാഹിനെ ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ അള്ളാഹുവിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂസ നബി 100 മാർക്കോടെ ജയിച്ചു, ഫസ്റ്റ് റാങ്കോടെ ജയിച്ചു. ദാ അള്ളാഹുവിന്റെ കൽപ്പന വരും. അള്ളാഹുവിന്റെ കൽപ്പന വരും. എന്താ കൽപ്പന? ഇൽരിബ് ബിഅസാകൽ ബഹ്റ اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم. സുബ്ഹാൻ അല്ലാഹ്. ഓ മൂസ, പണ്ട് തൂരി സീനായിൽ വെച്ചൊരു വടി തന്നിട്ടില്ലേ കയ്യിൽ? ആ വടി വെച്ചുകൊണ്ടല്ലേ കലിമയിലെ നഫിയും ഇസ്ബാത്തും പഠിപ്പിച്ചത്. ഈ പറഞ്ഞതെല്ലാം മനസ്സിലാകുന്നുണ്ടോ? എന്നോട് ചിലർ പറയും, ഉസ്താദ് അറബി ഭാഷ പാപം മലയാളത്തിലാക്കണം. സാധിക്കൂല. എത്ര കൊല്ലായി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇനിയും മലയാളം പറഞ്ഞ നടക്കൂല. അതുകൊണ്ട് നടക്കൂല. അറബിയിലേ പറയാൻ പറ്റുള്ളൂ. അത് വേറെ എവിടെയെങ്കിലും പോയിട്ട് പഠിച്ചോളണം. എന്താണ് അതിന്റെ മലയാളം? എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ചിലരൊക്കെ വന്നിട്ട് പറയാണ്ട് അറബിയിലുള്ളതൊന്നും മലയാളത്തിൽ പറയാൻ പറ്റൂല. അതിന്റെ ഗാംഭീര്യം ചോർന്നു പോകും. അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 2 ഫർള് പഠിപ്പിക്കാൻ അല്ലാഹ് ഉപയോഗിച്ചത് ഈ വടിയായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇനി അത് പറഞ്ഞുതരാം 2 ദിവസം. ഈ വടി ഉപയോഗിച്ചിട്ടാണ് 2 ഫർള് പഠിപ്പിച്ചു കൊടുത്തത് മൂസ നബിക്ക് തൂരി സീനായിൽ വെച്ച്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ നഫി ഇല്ലല്ലാഹ് ഇസ്ബാത്ത്. ഈ വടി വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തത് പണ്ട് തൂരി സീനായിൽ നിന്ന്. ആ ചരിത്രം പറഞ്ഞത് പറയാൻ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ 10 മണിയാവും. 10 മണിയാകുമ്പോൾ ആരെങ്കിലും കള്ളസ് കൊണ്ടുവരും. പോലീസ് സ്റ്റേഷൻ അടുത്താണ്, പെർമിറ്റ് 10 മണി വരെ ഉള്ളതുകൊണ്ട് മതിയാക്കണോ? ഞാൻ അപ്പൊ ഷട്ടം ബ്രേക്ക്. അത്രയേ ഉള്ളൂ കാര്യം. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ലാ ഇലാഹ പഠിപ്പിക്കാൻ വടി ഒഴിവാക്കാൻ പറഞ്ഞു. ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ
പാമ്പിനെ പിടിക്കാനും പറഞ്ഞു. ലാ ഇലാഹയിലും ജയിച്ചു മൂസ നബി, ഇല്ലല്ലയിലും ജയിച്ചു മൂസ നബി. അവസാനം സാക്ഷിയായിട്ട് ആ വടിയെ അല്ലാഹു തആല മൂസ നബിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇല്ലേ? ഖുർആൻ പഠിച്ചിട്ടില്ലേ? അമ്പടിയും കൊണ്ടാണ് മൂസ നബി നടക്കണത്. അന്ന് മൂസ നബിക്ക് വടിയിലാണ് കാര്യം, ഇന്ന് അള്ളാഹുവിലാണ് കാര്യം, വടിയിലല്ല കാര്യം. അതേപോലെ തന്നെ ഔലിയാക്കളിലും തങ്ങളിലും ശൈഖുകളിലും കാര്യമായി നടക്കുന്നവർ അന്ന് അങ്ങനെയാണ്, ഇന്നെങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവാണ് കാര്യം എന്ന് പ്രഖ്യാപിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതാണ് ഈമാന്റെ പുരോഗതി. അതാണ് ഈമാന്റെ പുരോഗതി. അള്ളാഹു അല്ലാത്ത എന്തിലാണോ ആശ്രയത്വം അത് വിടാനും കഴിയണം. എന്നിട്ട് ആ സ്ഥാനത്ത് അള്ളാഹുവിനെ ഇറക്കാൻ കഴിയണം. അപ്പൊ ലാ ഇലാഹ എന്ന നഫിയും പൂർത്തിയായി, ഇല്ലല്ലാഹ് എന്ന ഇസ്ബാത്തും പൂർത്തിയായി, കലിമ സഹിയായി. കലിമ സഹിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ അമലും ഒന്നിന് ഡബിളാണ്. ഒന്നിന് 70, 100, 700 അറ്റമില്ലാത്ത പ്രതിഫലങ്ങളാണ് കലിമ സഹിയായാൽ. കലിമ സഹിയായാൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ മിനിമം 10 ആണ്, അല്ലെങ്കിൽ 70 ആണ്, അല്ലെങ്കിൽ 700 ആണ്, അല്ലെങ്കിൽ ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അല്ലാഹ് അറിയാത്ത എണ്ണം അത്രയാണ്. പക്ഷെ കലിമ സഹിയാവണം. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് കൽപ്പന വന്നു, ഹോ മൂസ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ നിനക്ക് ഉപയോഗിച്ചൊരു വസ്തുവില്ല, വടി. ആ വടി കയ്യിലില്ലേ? അതുകൊണ്ട് അടിക്കുക. ആ വടി കൊണ്ട് താങ്കൾ കടലിനെ അടിച്ചുകൊള്ളുക. എന്തിനാ വടി കൊണ്ട് അടുപ്പിച്ചത്? അള്ളാന്റെ രീതി അതല്ലല്ലോ. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അതല്ല അള്ളാന്റെ രീതി. സൂറത്ത് യാസീൻ, ഇദാ അറാദ ശൈഅ, ഒരു കാര്യം നടപ്പിലാക്കാൻ അല്ലാഹ് പ്രോഗ്രാം ചെയ്താൽ അൻ യഖൂല ലഹു, ആ പ്രോഗ്രാം ചെയ്ത വസ്തു അല്ലാഹു തആല പറയലാണ്, കുൻ, നീ ഉണ്ടാകു, ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാകും. ഇതാണ് അള്ളാഹുവിന്റെ സൃഷ്ടി നിർമ്മാണത്തിൽ അള്ളാഹുവിന്റെ ഇടപെടുന്ന പ്രൊസീജർ. അള്ളാഹു ഒരു വസ്തു നിർമ്മിക്കുന്നതിന് അള്ളാഹു നിശ്ചയിച്ച ഓർഡിനറി പ്രൊസീജർ അതാണ്. ഇത് കുൻ ഫയകൂൻ. എന്നിട്ടും അല്ലാഹു തആല മൂസ നബിയോട് വടി കൊണ്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞു. എന്തിനാ? മൂസ വടിയിൽ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഒന്നും കൂടി അല്ലാഹുക്ക് അറിയാനാണ്. പണ്ട് ആശ്രയിച്ചു, അത് തിരുത്തി കൊടുത്തു, അത് തിരുത്തി അതിൽ ജയിക്കുകയും ചെയ്തു. ഇപ്പോഴും വടിയിൽ സംതിങ് ഉണ്ടോ എന്ന് മൂസാന്റെ മനസ്സിലുണ്ടോ എന്ന് അല്ലാഹുക്ക് അറിയണം. ഉണ്ടെങ്കിൽ മൂസ ചിന്തിക്കും, ഞാൻ ഈ വടി കൊണ്ടടിച്ചിട്ട് എന്ത് സംഭവിക്കാനാ? ഞാൻ ഈ വടി കൊണ്ടടിച്ചാൽ എന്ത് നേടാനാ? മൂസൻ ഒന്നിക്കിൽ മൂസന്റെ ഹവ അല്ലെങ്കിൽ മൂസന്റെ ബുദ്ധി, രണ്ടിലൊന്ന് പ്രവർത്തിക്കും. ഈ ചുള്ളി വടി കൊണ്ടടിച്ചാൽ എന്താ നടക്കുക എന്ന് അതറിയണം അല്ലാഹുക്ക്. അതിനു വേണ്ടിയിട്ടാണ്. നല്ല ആരും വിചാരിച്ചു വേണ്ട മൂസാ നബിന്റെ കറാമത്തുള്ള വടിയാണ്, ആ വടിന്റെ ഒരു അംശം കിട്ടിയ വെള്ളത്തിലിട്ട് കുടിക്കാമെന്ന് ആരും കരുതണ്ട. ഒരു കാലം വരും അന്ന് സാലിഹ് നബിന്റെ ഒട്ടകത്തിന്റെ എല്ലും പരുതി നടക്കും ഈ ഉമ്മത്ത് വെള്ളത്തിലിട്ട് കുടിക്കാൻ. അസ്ഹാബുൽ കഹ്ഫിന്റെ പട്ടിയുടെ അസ്ഥികൂടവും പരുതി നടക്കും വെള്ളത്തിലിട്ട് കുടിക്കാൻ. അതേപോലെ തന്നെ സുലൈമാൻ നബിന്റെ പക്ഷിയുടെ ചിറക് കിട്ടുമോ നോക്കും വെള്ളത്തിലിട്ട് കുടിക്കാൻ. അതേപോലെ അബാബീൽ പക്ഷിന്റെ ചുണ്ട് കിട്ടുമോ നോക്കും വെള്ളത്തിലിട്ട് കുടിക്കാൻ. അതേപോലെ അബ്രഹത്തിന്റെ ആനക്കൂട്ടത്തിന്റെ പിട്ട കിട്ടുമോ നോക്കും വെള്ളത്തിലിട്ട് കുടിക്കാൻ, ബർക്കത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അടുന്നെത്തിയിട്ടില്ല. ഇപ്പം കുറച്ച് അത്യാവശ്യമുള്ള മുടികളിലും പറ്റെത്തിയിട്ടുള്ളൂ. ഇനി ഇങ്ങനെ പോയി അസ്ഹാബുൽ കഹ്ഫിന്റെ പട്ടിക്ക് വരെ പള്ളി ഉണ്ടാകാൻ തുടങ്ങും. കാലം അങ്ങോട്ടാ പോകുന്നത്, വിദൂരമല്ലാത്ത കാലം. നിങ്ങൾക്ക് കേൾക്കാം, സാലിഹ് നബിന്റെ ഒട്ടകത്തിന്റെ അസ്ഥികൂടവും കൊണ്ടൊരു ശൈഖുന വന്നിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കണം, അതിനുവേണ്ടി ഒരു 50 കോടി ഉറുപ്പിക വേണം. സാമ്പത്തികമില്ലാതെ കേൾക്കാം. അപ്പം വേറൊരാൾ വരും, അയാൾ എന്താ കൊണ്ടുവരാ? ഞാൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പക്ഷി ബറക്കത്തുള്ള പക്ഷിയാണ്, കറാമത്തുള്ള പക്ഷിയാണ്, കുദ്റത്തുള്ള പക്ഷിയാണ്. ആ പക്ഷിന്റെ ചിറകും തൂരൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് അബൂദാബി ഇന്നാള് തന്നതാണ്, അതുകൊണ്ട് എനിക്ക് വെള്ളത്തിലിട്ട് കുടിക്കാൻ. അങ്ങനെയും വരും കുറെ ആൾ. അത് കഴിയുമ്പോൾ വേറൊരാൾ വരും, ദാ സാലിഹ് നബിന്റെ ഒട്ടകത്തിന്റെ പൂഞ്ഞിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അത് അള്ളാന്റെ ഒട്ടകമാണ്, പാറക്കെട്ടെന്ന് വന്നതാണ്, നാഖത്തുല്ലാഹി വസുഖിയഹ, അള്ളാഹ് പറഞ്ഞ ഒട്ടകമാണ്. കാലം വിദൂരമല്ല. ഉമ്മത്തിന്റെ ഉള്ളകത്ത് ഔസാനുകൾ പെരുകുന്ന കാലം വിദൂരമല്ല. അപ്പോഴും തൗഹീദിന്റെ പ്രബോധകന്മാർ പടലപ്പിടക്കവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിഞ്ഞു നിന്നാൽ സംഗതി നടക്കൂല. പുതിയ നൂറ്റാണ്ടിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നാം ആരാവണം? തൗഹീദിന്റെ പ്രബോധകന്മാരാകണം, ഒരുമയുള്ള കൂട്ടുകാരായി. അവിടെയാണ് തൗഹീദിന്റെ പ്രബോധനം വളരെ ശക്തമായി പ്രാദേശിക രംഗത്ത്. എനിക്കൊരു അപേക്ഷയുണ്ട് എന്റെ തൗഹീദിന്റെ പ്രബോധകന്മാരോട്. സാമൂഹ്യ രംഗത്ത്, പൊതുരംഗത്ത് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രാദേശിക രംഗത്ത് നാം തൗഹീദിന്റെ വക്താക്കളായി മാറണം. നാം ആർക്കോ വേണ്ടി എന്തെങ്കിലും വാദിച്ച് ജയിക്കാനും തോക്കാനും മെനക്കെടണ്ട. നാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ തീവ്രമായ പ്രബോധനത്തിൽ നാം ഇറങ്ങണം. അതിനാദ്യം നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമ്മുടെ പരീക്ഷണം നാം വിജയിച്ചിരിക്കണം.
അള്ളാഹുവിന്റെ ടെസ്റ്റ് പരീക്ഷയ്ക്ക് നാം ജയിച്ചിരിക്കണം. എന്റെയും നിന്റെ ഇടയിൽ വേറെ ഒന്നിനെയും ഞാൻ ഉള്ളിൽ കടത്തുന്നില്ല അല്ലാ, അതുകൊണ്ട് നീ എന്നെ തെരഞ്ഞെടുക്കല്ല. ആ രീതിയിൽ നാം ജയിച്ചേ പറ്റൂ. പ്രാദേശികമായി, പ്രാദേശികാടിസ്ഥാനത്തിൽ. അവിടെയാണ് തൗഹീദിന്റെ പ്രബോധനം വളരെ ശക്തമായി പ്രാദേശിക രംഗത്ത്. എനിക്കൊരു അപേക്ഷയുണ്ട് എന്റെ തൗഹീദിന്റെ പ്രബോധകന്മാരോട്. സാമൂഹ്യ രംഗത്ത്, പൊതുരംഗത്ത് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രാദേശിക രംഗത്ത് നാം തൗഹീദിന്റെ വക്താക്കളായി മാറണം. നാം ആർക്കോ വേണ്ടി എന്തെങ്കിലും വാദിച്ച് ജയിക്കാനും തോക്കാനും മെനക്കെടണ്ട. നാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ തീവ്രമായ പ്രബോധനത്തിൽ നാം ഇറങ്ങണം. അതിനാദ്യം നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമ്മുടെ പരീക്ഷണം നാം വിജയിച്ചിരിക്കണം. അള്ളാഹുവിന്റെ ടെസ്റ്റ് പരീക്ഷയ്ക്ക് നാം ജയിച്ചിരിക്കണം. എന്റെയും നിന്റെ ഇടയിൽ വേറെ ഒന്നിനെയും ഞാൻ ഉള്ളിൽ കടത്തുന്നില്ല അല്ലാ, അതുകൊണ്ട് നീ എന്നെ തെരഞ്ഞെടുക്കല്ല. ആ രീതിയിൽ നാം ജയിച്ചേ പറ്റൂ. പ്രാദേശികമായി, പ്രാദേശികാടിസ്ഥാനത്തിൽ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഹോ മൂസ ഇദ്രിബ് ബിഅസാക്കൽ ബഹർ. പ്രശ്നപരിഹാരത്തിന് അള്ളാഹു നിർദ്ദേശിച്ചത് മൂസ നബിന്റെ കയ്യിൽ ആട്ടിൻകൂട്ടങ്ങൾക്ക് ചപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വടി, ആ വടി കൊണ്ട് കടലിനെ അടിക്കാൻ. എങ്ങനെയുണ്ട് പരിപാടി? നമ്മളൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത അല്ല കാത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഹവയും അനുസരിച്ച് പത്രത്തിൽ എഴുതിയേനെ മൂസാനെ എന്താ എന്ത് പരിപാടിയായത്? ഇതൊക്കെ ബുദ്ധിക്ക് യോജിക്കോ? ഇതൊക്കെ ശാസ്ത്രത്തിന് യോജിക്കോ? ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആട്ടിനെ തെളിക്കുന്ന വടി കൊണ്ട് സമുദ്രത്തെ അടിക്കാൻ പറഞ്ഞ അതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. നാം ആ കാലയിൽ നിന്നാ മതി, ഒമാക്കാല റസൂലുള്ളയിൽ നിന്നാ മതി, വആസാറു സഹാബയിൽ നിന്നാ മതി. അല്ല എന്തു പറഞ്ഞു, അള്ളാഹ് റസൂൽ എന്തു പറഞ്ഞു, സഹാബാക്കൾക്ക് അത് എങ്ങനെ മനസ്സിലായി, അതുപോലെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. നമ്മളെ വക മനസ്സിലാക്കല് വേണ്ട. ഏതൊരു വിഷയമായിരുന്നാലും സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയെടുത്തത് അതുപോലെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് കടന്നാൽ അപകടമാണ്. അതിന്റെ അപ്പുറത്തേക്ക് കടന്നാൽ സലഫിയത്തിൽ നിന്ന് പുറകോട്ട് പോകും, വെളിയിലേക്ക് പോകും. ഒന്നിക്കൽ അക്കലാനിയത്തിൽ പോയിട്ട് ചത്തൊടുങ്ങും, അല്ലെങ്കിൽ ബിദ്അത്തിൽ പോയിട്ട് നശിക്കും. അതുകൊണ്ട് വളരെ തീവ്രമായി നാം സ്വീകരിക്കണം. മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്. അല്ലാഹ് എന്ത് പറഞ്ഞു, അല്ലാഹു റസൂൽ എന്ത് പറഞ്ഞു, വആസാറു സഹാബ. അല്ലാഹു റസൂലും പറഞ്ഞത് സഹാബാക്കൾക്ക് എങ്ങനെ മനസ്സിലായി, അവരെന്താ അമൽ ചെയ്തു, തീർന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ നമ്മളെ വകയൊന്നും കൂട്ടണ്ട, കുറക്കണ്ട. നമ്മളെ ബുദ്ധിയും പ്രയോഗവും ചിന്തയും ഗവേഷണവും റിസർച്ചും ഇതൊന്നും വേണ്ട. അമൽ ചെയ്ത് കൊടുത്താൽ മതി, യന്ത്രങ്ങളെ പോലെ. ഇതാണ് സഹാബാക്കളുടെ രീതി. ആയിഷ റളിയല്ലാഹു തആല അടുക്കലേക്ക് വന്ന ഒരു സ്ത്രീ, മുആദ എന്ന് പറഞ്ഞൊരു സ്ത്രീ. എന്നിട്ട് ചോദിച്ചു, ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മ, എന്താണ് ഹൈദുള്ള പെണ്ണിന്റെ അവസ്ഥ? ആ പെണ്ണ് ഹൈദുള്ള സമയത്ത് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പ് ഒഴിവാക്കണം. പക്ഷെ നോമ്പ് ഖളാ വീട്ടണം, നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. എന്താണ് ഉമ്മ അതിന്റെ യുക്തി? അല്ലടാ ചോദിച്ചേ ആയിഷത്തു സിദ്ദീഖയോട്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹു തആല ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പേരെടുത്തു പറഞ്ഞ മഹിത. 2000 ചില്ലുവാൻ ഹദീസുകൾ ആയിഷയെ തൊട്ട്, 2200 ചില്ലുവാൻ ഹദീസുകൾ ആയിഷയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖിന്റെ ഉസ്താദാണ് ആയിഷ, ഉമറുൽ ഫാറൂഖിന്റെ ഉസ്താദാണ് ആയിഷ, അലിയുടെ ഉസ്താദാണ് ആയിഷ, ഉസ്മാന്റെ ഉസ്താദാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹും വറല്ലാഹും. അതേസമയത്ത് ഇവരാരും ആയിഷാന്റെ ഉസ്താദല്ല, ആയിഷാന്റെ ശിഷ്യന്മാർ മാത്രമാണ്. ആയിഷാന്റെ ഉസ്താദ് അഷ്റഫുൽ ഖൽഖ് മാത്രം. ഇതാണ് ആയിഷാന്റെ പത്രാസ്. ആ ആയിഷത്തു സിദ്ദീഖിനോടാണ് വന്നിട്ട് ചോദിച്ചത് ഈ സ്ത്രീ. ആയിഷത്തു സിദ്ദീഖക്ക് ഇത്ര ദഹിച്ചില്ല ചോദ്യം ചോദിച്ചത്. ആ ഹറൂരിയത്തുന്നന്തി, എടി നീ ഹറൂറിയാക്കളുടെ കൂട്ടത്തിൽ പെട്ടവളാണടി. ഖവാരിജികളുടെ തീവ്രവാദി ഗ്രൂപ്പ്, ഖവാരിജികളുടെ തീവ്രവാദി ഗ്രൂപ്പാണ്. ഹറൗറ പർവ്വതത്തിന്റെ ഹറൗറ ഗ്രാമത്തിൽ ഒരുമിച്ച് കൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ അല്ലാഹു തആലിനെ കൊല്ലാൻ വേണ്ടി കൂടാതെ നടത്തിയതവര്. നീ ആ കൂട്ടത്തിലുള്ളവളാണടി, നീ തീവ്രവാദിയാണോ? മുആദ പറഞ്ഞു, ഇല്ല തങ്ങളെ, അല്ല, ഒരിക്കലും അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ആയിഷത്തു സിദ്ദീഖ മറുപടി പറഞ്ഞു, നന്ദി മനസ്സിലാക്കിക്കൊള്ളുക, ഞങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ കാലഘട്ടത്തിൽ ഹൈദുള്ളവരാകുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു, ഞങ്ങൾ നിസ്കരിച്ചില്ല. നോമ്പ് ഖളാ വീട്ടാൻ പറഞ്ഞു, ഞങ്ങൾ ഖളാ വീട്ടി. അതിന്റെ അപ്പുറത്തൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. അതാണ് ഡി തീ എന്ന് പറഞ്ഞു. അത്രയുള്ള കാര്യം. നമ്മൾ യുക്തി നോക്കി നടക്കണേ, ശാസ്ത്രം നോക്കി നടക്കണേ.
നമ്മളെ വിചാരം നമ്മൾ കുറച്ചാൾക്കാർ പള്ളിയിൽ പോയി നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാന്റെ ദീനും എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പരിപ്പണായി പോകും. ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. അള്ളാഹു ദീനുൽ ഇസ്ലാമിനെ വെച്ച് തന്നിരിക്കുകയാണ് നമുക്ക് രക്ഷപ്പെടാൻ. ആഗ്രഹമുള്ളവർ രക്ഷപ്പെട്ടുകൊള്ളുക. ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. നല്ല കാര്യം. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൽപ്പന കിട്ടേണ്ട താമസം കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തെ അടിക്കുക